ഹായ്, വെൽക്കം ബാക്ക് ടു ജി സ്റ്റേ വ്ളോഗ്സ്. അപ്പൊ എല്ലാവർക്കും ആദ്യമായിട്ട് ഹാപ്പി ഓണം. അപ്പൊ നിങ്ങളുടെയൊക്കെ ഓണാഘോഷം ഉടൻ വരെ നമ്മുടെ ഓണാഘോഷം ആട്ടോ ഇന്ന്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലീസും അല്ലെങ്കിൽ റിലേറ്റീവ്സും ഒക്കെ വന്ന് നമ്മളെല്ലാ വർഷവും ചെയ്യുന്നത് ഇങ്ങനെ ഗെറ്റ് ടുഗദറും സദ്യയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പിന്നെ അല്ലാതെ ഒരു തിരുവോണത്തെക്കാളും നമ്മൾ കൂടുതൽ ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊരു അടിപൊളിയാക്കി വെക്കും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആട്ടോ ഇന്ന് മൊത്തം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അത്തപ്പൂക്കളൊന്ന് കാണാം. അത്തപ്പൂക്കളം ഞാൻ ചെയ്തയാ. ഇന്നലെ ഞങ്ങള് പൂ മേടിച്ചു. ഇന്നലെ തന്നെ അതിന്റെ ഇറുക്കി മാറ്റി വെച്ച്, എന്നിട്ട് വെളുപ്പിന് എണ്ണിച്ചിടാന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ടൈം ഇല്ലല്ലോ, അധികം ഇപ്പോൾ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് തന്നെ ഇന്നലെ തന്നെ മേടിച്ചിട്ട് വൈകിട്ട് മേടിച്ച് ഇറുക്കി മാറ്റി വെച്ചിട്ട് വെള്ളമൊക്കെ തെളിച്ചിങ്ങനെ, അപ്പം വലിയ പാടത്തൊന്നുമില്ല. ഇന്നലെ വരച്ചിട്ട് കേട്ടോ. എന്നിട്ട് നമ്മള് ചെയ്തേക്കുന്ന അത്തപ്പൂക്കൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂ. എങ്ങനെയുണ്ടെന്ന് നോക്കാം, ലോങ് വ്യൂ കാണിച്ചു തരാം. പിന്നെ അടുത്ത് നിന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ അത്തപ്പൂ. പിന്നെ മൊത്തം കുറച്ചൊക്കെ തോരണവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് വേണ്ട, ഡിസൈനും കാര്യങ്ങളും നിങ്ങൾ നോക്കല്ലേ. ഡിസൈനൊക്കെ നമ്മളെ സ്വന്തം ഡിസൈൻസാ. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ രീതിയിൽ. നമ്മൾ വലിയ ഡിസൈനൊന്നും വരപ്പുകാരനൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടേതായ രീതിയിൽ ഇറങ്ങണം. അത്യാവശ്യം പോറില്ലാതെ ഇട്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയാണെങ്കിലും. അപ്പൊ അത്തപ്പൂക്കൾ ഇതാണ്. പിന്നെ ഇവിടെ രണ്ടു മൂന്ന് ഇങ്ങനെ മാല, പൂവിന്റെ മാല. ഇതിനൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ഒരു പൂവിന്റെ മാല ഇത് ഒറിജിനൽ അല്ല കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ നമ്മുടെ സ്മാർട്ട് ബസാർ ഉണ്ടോ റിലയൻസിന്റെ, അവിടെ പോയപ്പോ മേടിച്ച. ഇത് പ്ലാസ്റ്റിക് കേട്ടോ. ഇതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് അറിയാലോ, മറ്റേ ഈ മഴയൊക്കെ പെയ്താലോ വലിയ വെയിൽ അങ്ങനെ വലിയ വിഷയങ്ങൾ വരത്തില്ല. എന്ന് വെച്ചാൽ മറ്റേ പൂവൊക്കെ ആകുമ്പോൾ കുറച്ച് വാടിയൊക്കെ പോകത്തില്ലേ. ഇതിന് പിന്നെ ആ വിഷയമൊന്നുമില്ല. അത് നമ്മൾ ഒരെണ്ണം മേടിച്ച കേട്ടോ. ഒരെണ്ണത്തിന് 49 രൂപ മറ്റോ ആണ്. പക്ഷെ ഈ ഒരെണ്ണം ഉണ്ടല്ലോ, ഈ ഒരെണ്ണത്തിന് ഇച്ചിരി വില കൂടുതലാണ്, 79 രൂപ. ഈ ഒരു മിക്സഡ് കളർ വരുന്നതിന് അതിന് മാത്രം ഇച്ചിരി വില കൂടുതലായിരുന്നു. പിന്നെ ഇവിടെ ഒരെണ്ണം അത് കണക്ക് മേടിച്ചു. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെന്ത് ഓണമില്ലേ. അപ്പം നമ്മുടെ ഗസ്റ്റൊക്കെ ഇപ്പം വരും. എല്ലാവരും ഒരു 10-11 മണിയൊക്കെ, ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ എത്തും എല്ലാവരും. പിന്നെ നമുക്ക് സദ്യക്ക് വേണ്ടിയുള്ള നമ്മുടെ റെജിയാണ് എണ്ണം ഉണ്ടാവണം. ഇപ്പം ബെഞ്ചും ഡെസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം ഇവിടെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 ഉണ്ടെന്ന് തോന്നുന്നു. 5 ഉണ്ട്. അങ്ങനെ അതിവിടെ ഇറക്കി വിട്ട്. പിന്നെ ഇതുവരെ ആരും വന്നിട്ടില്ല, എല്ലാവരും ഇപ്പോൾ എത്തുമായിരിക്കും. നമ്മളിത് എല്ലാ വർഷവും ചെയ്യുന്ന കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ വിളിച്ച് രസമല്ലേ, ഓണത്തിനൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ. നമ്മളിങ്ങനെയൊക്കെ വിളിച്ചില്ലേ പിന്നെ എന്തുകൊണ്ട്. എല്ലാവരും കുറെ ഇപ്പൊ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഈ ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്ക് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം എനിക്കൊന്ന് 10, 30, 40 പേരോളം അടുപ്പിച്ചുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത്രയില്ല. പിന്നെ കുറെ പേർക്ക് തിരക്കും. എന്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഞാൻ സ്ഥിരം വിളിക്കുന്നുണ്ടായിരുന്നു. അവന്മാർക്ക് ഇന്ന് കുറച്ച് തിരക്കൊക്കെയാണ്, അത് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാ വർഷവും എല്ലാവരും കാണത്തില്ല. എന്തായാലും നമുക്ക് ഉള്ള വെച്ച് ഓണം പോലെ എന്ന് പറയത്തില്ലേ, അത് കണക്ക്. അപ്പം നമ്മ ഗൈസ് നമ്മുടെ സദ്യയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട്. ഇല്ലില്ല, ഒന്നുമില്ല. അപ്പൊ ഗൈസ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മളിപ്പോ 2-3 വർഷമായിട്ട് സൂപ്പർ ഫുഡ് അവിടെ ആന്റി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. എല്ലാ സംഭവവും നല്ല ടേസ്റ്റ് ആട്ടോ അവരുടെ. എല്ലാം അടിപൊളി ഐറ്റംസാ. ഇത് അവിയലെന്താന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ അച്ചാർ ഐറ്റംസ്. ഇപ്പൊ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ചൂടും കാര്യങ്ങളൊക്കെ പോകത്തില്ലേ, അതുകൊണ്ട് ഇപ്പൊ പൊട്ടിക്കുമ്പോൾ ഞാൻ നല്ലോണം കാണിച്ചു തരാം കേട്ടോ. ഇത് മറ്റേ പച്ചടിയാണെന്ന് തോന്നുന്നു. പച്ചടി കിച്ചടി ആ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. പേരൊക്കെ തെറ്റിയെന്നും പറഞ്ഞ് കറക്റ്റ് നോക്കുക, നിങ്ങൾ തന്നെ ക്ഷമിക്കുക. ചിപ്സ്, അത് കണക്ക് പപ്പടം, പിന്നെ പഴം, നമ്മുടെ മെയിൻ ഐറ്റം ഓണത്തിന്റെ ശർക്കര വരട്ടി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് തൊട്ടേ നമ്മളിപ്പം കുറച്ച് നാളുകൊണ്ട് ഇവിടുന്നാണ് മേടിക്കുന്നത്. സൂപ്പർ ഐറ്റംസ് അവരുടെ. അപ്പം ഇപ്പൊ എല്ലാവരും വരുമായിരിക്കും കേട്ടോ. ഇപ്പം ടൈം ഏകദേശം 12 മണി കഴിയാറായി. ഇനി വരുമായിരിക്കും, ഇപ്പം വരുമായിരിക്കും, എല്ലാവർക്കും വരുമായിരിക്കും. രസമല്ലേ, കുറെ നാളായി എല്ലാവരും കണ്ടിട്ടൊക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ ഡെസ്കും ബെഞ്ചും ഒക്കെ അറേഞ്ച് ചെയ്തു. സമയം ഏകദേശം 12 മണി, 1 മണി, 12:30 ആവാറായി. അപ്പം ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുമല്ലോ. അപ്പം ഡയറക്റ്റ് ഊണ് തന്നെ കഴിച്ചിട്ട് സെറ്റപ്പ് ആകാന്നുള്ള രീതിയിലാണ്. ഡെസ്ക് നമ്മൾ 1, 2, 3, 4, 5 നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 നമുക്ക് ഈ സാധനങ്ങളൊക്കെ മറ്റേ കറിയും ചോറും ഒക്കെ കൊണ്ടുവരുമ്പോഴേ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ വിളമ്പാലോ, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇനി അടുത്ത് കസേര. ഇത് ഇരുന്ന് നോക്കിയപ്പം ഇച്ചിരി പ്രശ്നമായിട്ട് ഹൈറ്റിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലേ. ഹൈറ്റിന്റെ ഒരു ഇരുന്ന് കഴിക്കുമ്പോ ഇങ്ങനെ ഹൈറ്റിന്റെ ഒരു പ്രശ്നം വെച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു മാറ്റാന്ന് വിചാരിച്ചു. വേറെ കസേര നമ്മള് റെഡിയാക്കുക. വേറെ കസേര നമുക്ക് ഇവിടെ ഉണ്ട്. അത് നമ്മുടെ കസേര ഇല്ലേ? ഇത് കറക്റ്റ് ഹൈറ്റ് അല്ലേ കഴിക്കുന്നത്? കറക്റ്റ് ഹൈറ്റ് ആയിരിക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 8 എണ്ണം.